നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 Maths. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായി ബന്ധപ്പെട്ട പാർട്ട് 10 വീഡിയോ ആണിത്. പാർട്ട് 1 മുതൽ പാർട്ട് 9 വരെ കണ്ടതിന് ശേഷം പാർട്ട് 10 കാണാൻ ശ്രമിക്കുക. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദി ഇക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 2 ഡോ യു ബൈ ഡോ ടി പ്ലസ് യു u of x0 is equal to 6 e raised to minus 3x by using method of separation of variables. ഈ ഇക്വേഷനിൽ തന്നിട്ടുള്ള വേരിയബിൾസ് നോക്കുക. u ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും, എക്സും ടിയും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിരിക്കും. u ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും, എക്സും ടിയും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിരിക്കും. ലെറ്റ് ദ സൊല്യൂഷൻ ബി u of xt. ഇവിടെ തന്നിട്ടുള്ള വേരിയബിൾസ് യൂസ് ചെയ്താണ് ഫംഗ്ഷൻസ് എഴുതാൻ. യു ഡിപ്പെൻഡന്റ് വേരിയബിളും എക്സും ടിയും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും. യു ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻടു ടി ഓഫ് ടി, ക്യാപിറ്റൽ ടി ഓഫ് സ്മോൾ ടി, വെയർ എക്സ് ഓഫ് എക്സ് is a function of small x alone, t of t is a function of small t alone. u of xt is equal to x of x into t of t. u is equal to xt എന്ന് എഴുതാം. ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ ടി. u is equal to xt. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ u with respect to x ചെയ്യണം, u with respect to t ചെയ്യണം. Given question, do u by do x is equal to 2 do u by do t plus u. u with respect to x കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. u with respect to x പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ do u by do x കിട്ടും, is equal to x dash t എന്ന് എഴുതാം. ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഇത് x dash t എന്ന് എഴുതാം. x dash എന്ന് പറഞ്ഞാൽ d ക്യാപിറ്റൽ എക്സ് ബൈ d സ്മോൾ എക്സ്, dx by dx. അതുപോലെ u പാർഷ്യലി t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. t കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടി ഡാഷ് കിട്ടും. ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ ഈ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യുക. ഡോ യു ബൈ ഡോ എക്സ് എക്സ് ഡാഷ് ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡോ യു ബൈ ഡോ ടി എക്സ് ടി ഡാഷ് പ്ലസ് u xt, u is equal to xt, u xt കൊണ്ട് റീപ്ലേസ് ചെയ്യുക. x dash t is equal to ഈ രണ്ട് ടേമിലും x കോമൺ ഉണ്ട്, x കോമൺ എടുക്കുക, 2 t dash പ്ലസ് t എന്ന് എഴുതാം. x എല്ലാം വൺ സൈഡിലേക്കും t എല്ലാം അതർ സൈഡിലേക്കും മാറ്റുക. x dash ബൈ ക്യാപിറ്റൽ x is equal to 2 t dash plus t divided by t. LHS is a function of x alone. RHS is a function of small t alone. X dash by x is equal to 2 t dash plus t by t is equal to k substitute ചെയ്യുക. ഈ രണ്ട് റേഷ്യോ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. u is equal to xt ആണെന്ന് അറിയാം. എക്സ് കണ്ടുപിടിക്കണം, ടി കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് റേഷ്യോയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എക്സ് ഡാഷ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു കെ. ടി കണ്ടുപിടിക്കാൻ 2 ടി ഡാഷ് പ്ലസ് ടി ബൈ ടി ഈസ് ഈക്വൽ ടു കെ എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഈസ് ഈക്വൽ ടു കെ. ടി കണ്ടുപിടിക്കാൻ 2 ടി ഡാഷ് പ്ലസ് ടി ബൈ ടി ഈസ് ഈക്വൽ ടു കെ ഇക്വേറ്റ് ചെയ്യാം. x dash dx by dx എന്ന് എഴുതാം. ഇത് ക്യാപിറ്റൽ എക്സ് ആണ്, ഇത് സ്മോൾ എക്സ് ആണ്. ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലയർ kx എന്ന് എഴുതാം. kx ക്യാപിറ്റൽ എക്സ് എന്ന് എഴുതാം. ക്യാപിറ്റൽ എക്സ് ഉള്ളതെല്ലാം കൂടി സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. d ക്യാപിറ്റൽ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു k dx, k ഇൻറ്റു dx. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. 1 by x ന്റെ ഇന്റഗ്രൽ log x is equal to k into integral dx x. ഇത് സ്മോൾ എക്സ് ആണ്. ഇന്റഗ്രൽ dx ചെയ്യുമ്പോൾ
സ്മോൾ എക്സ് എന്ന് എഴുതുക പ്ലസ് കോൺസ്റ്റന്റ് ലോഗറിതമിക് കോൺസ്റ്റന്റ്. ഇവിടെ ഫംഗ്ഷൻ ലോഗറിതമിക് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് കോൺസ്റ്റന്റ് കൊടുക്കുമ്പോൾ ലോഗറിതമിക് കോൺസ്റ്റന്റ് കൊടുക്കാൻ ശ്രമിക്കുക. ലോഗ് എക്സ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുമ്പോൾ മൈനസ് ലോഗ് C1 എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു kx. ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബി. അതുപോലെ ലോഗ് എക്സ് മൈനസ് ലോഗ് C1, ലോഗ് എക്സ് ബൈ C1 ഈസ് ഈക്വൽ ടു kx എന്ന് എഴുതാം. kx x ബൈ C1 ഈസ് ഈക്വൽ ടു e റേസ് ടു kx എന്ന് എഴുതാം. e റേസ് ടു kx. x ഈസ് ഈക്വൽ ടു C1 e റേസ് ടു kx. C1 e റേസ് ടു kx. x ന്റെ വാല്യൂ C1 e റേസ് ടു kx. x ന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ നമുക്ക് d ക്യാപിറ്റൽ X ബൈ സ്മോൾ എക്സ് മൈനസ് kx ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. d ബൈ dx മൈനസ് k, ഈ എക്സ് രണ്ടും കോമൺ എഴുതുക, എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിന് ഓക്സിലറി ഇക്വേഷനായി എഴുതുക. ഓക്സിലറി ഇക്വേഷൻ ഈസ് d ബൈ dx നെ m എന്ന് എടുക്കുക മൈനസ് k ഈസ് ഈക്വൽ ടു 0. d ബൈ dx ആണെങ്കിൽ m ആയിട്ട് എടുക്കുക മൈനസ് k ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്നും m ഈസ് ഈക്വൽ ടു k എന്ന സൊല്യൂഷൻ കിട്ടും. m ഈസ് ഈക്വൽ ടു k. ഒരു ഫോർമുല ഉണ്ട്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് C1 e റേസ് ടു m1x പ്ലസ് C2 e റേസ് ടു m2x പ്ലസ് C3 e റേസ് ടു m3x. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഈ ഫോർമുല ഉപയോഗിക്കുന്നത് റിയൽ റൂട്ട്സ് ആയിരിക്കണം. റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഐ ഉള്ള റൂട്ട് ആകരുത്. കോംപ്ലക്സ് റൂട്ട് അല്ലാത്ത എല്ലാ റൂട്ട്സും യൂസ് ചെയ്യാം. റിപ്പീറ്റഡ് റൂട്ട്സ് വരാൻ പാടില്ല. റിപ്പീറ്റഡ് റൂട്ട്സ് എന്ന് വെച്ചാൽ സെയിം റൂട്ട്സ് ആണെങ്കിൽ ഈ ഫോർമുല അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു റൂട്ടേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഫോർമുലയുടെ ഇത്രയും മാത്രം മതിയാവും. നമ്പർ ഓഫ് റൂട്ട്സ് കൂടുന്നതിനനുസരിച്ച് ഫോർമുല എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ k ആണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് x ആണ്. ഇവിടെ RHS 0 ആയതുകൊണ്ട് x ഈസ് ഈക്വൽ ടു C1 അതുപോലെ എഴുതി e റേസ് ടു m റീപ്ലേസ് ചെയ്യുക, k കൊടുക്കുക, kx. ഇവിടെ ഒരു റൂട്ടാണുള്ളത്, അതുകൊണ്ട് ഈ ടേം മാത്രം യൂസ് ചെയ്താൽ മതിയാവും. x ഈസ് ഈക്വൽ ടു C1 e റേസ് ടു kx. ഇവിടെ കിട്ടിയ അതേ റിസൾട്ട് ഇങ്ങനെ ചെയ്താലും കിട്ടുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ്. ഈ മെത്തേഡ് ചെയ്താൽ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം റിസൾട്ട് കിട്ടാൻ. അതിന് പകരം ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ m എന്ന് എഴുതാം, മൈനസ് k ഈസ് ഈക്വൽ ടു 0, m ഈസ് ഈക്വൽ ടു k എന്ന് കിട്ടും. ഈ ഫോർമുലയിൽ കൊടുത്തു കഴിഞ്ഞാൽ m ന്റെ വാല്യൂ ആയ k ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക, C1 e റേസ് ടു kx എന്ന് കിട്ടും. x ഈസ് ഈക്വൽ ടു, x ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, x ഈസ് ഈക്വൽ ടു C1 e റേസ് ടു kx. അതുപോലെ t യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. t യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ 2t ഡാഷ് പ്ലസ് t ബൈ t ഈസ് ഈക്വൽ ടു k എന്നുണ്ട്. ഇതിനെ ഫ്രാക്ഷനാക്കി സ്പ്ലിറ്റ് ചെയ്യുക. രണ്ട് ഫ്രാക്ഷനാക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2t ഡാഷ് ബൈ t പ്ലസ് t ബൈ t എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു k. 2t ഡാഷ് ബൈ t പ്ലസ് t ബൈ t ക്യാൻസൽ ചെയ്താൽ 1 കിട്ടും, ഈസ് ഈക്വൽ ടു k. ഇതും കൂടെ ക്യാൻസൽ ചെയ്യുക, 1 ഈസ് ഈക്വൽ ടു k. 2t ഡാഷ് ബൈ t ഈസ് ഈക്വൽ ടു k മൈനസ് 1 എന്ന് എഴുതാം, k മൈനസ് 1. ഈ t ഡാഷ് എന്ന് പറഞ്ഞാൽ d ക്യാപിറ്റൽ T ബൈ d സ്മോൾ t ഇൻറ്റു 1 ബൈ t ഈ 1 ബൈ t അതുപോലെ എഴുതി. t ഡാഷ് എന്ന് പറഞ്ഞാൽ dt ബൈ dt ഈസ് ഈക്വൽ ടു k മൈനസ് 1 ഡിവൈഡഡ് ബൈ ഈ 2 RHSലേക്ക് കൊണ്ടുവന്നാൽ k മൈനസ് 1 ബൈ 2 എന്ന് എഴുതാം. ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കുക. ക്യാപിറ്റൽ T എല്ലാം കൂടെ വൺ സൈഡിലും ബാക്കി എല്ലാം കൂടെ വൺ സൈഡിലേക്ക് മാറ്റുക. 1 ബൈ t dt ഈസ് ഈക്വൽ ടു k മൈനസ് 1 ബൈ 2 dt സ്മോൾ t. വേരിയബിൾ സെപ്പറബിൾ ഫോമായി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 1 ബൈ ടിയുടെ ഇന്റഗ്രൽ ലോഗ് t ഈസ് ഈക്വൽ ടു, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ
k minus 1 by 2 into integral dt. Integral dt t, small t plus ഇവിടെ ലോഗറിതമിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് എഴുതുമ്പോൾ ലോഗറിതമിക് കോൺസ്റ്റന്റ് എഴുതുക log c2 log a log t റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുമ്പോൾ log c2 മൈനസ് log c2 എന്ന് എഴുതാം is equal to k minus 1 by 2 t. സ്മോൾ t ആണ്. log a minus log b log a by b. അതുപോലെ log t minus log c2 log t by c2 എന്ന് എഴുതാം is equal to k minus 1 by 2 t. t by c2 is equal to e raised to k minus 1 by 2 t എന്ന് എഴുതാം. t is equal to cross multiplier c2 into e raised to k minus 1 by 2 t. t യുടെ റിസൾട്ട് c2 e raised to k minus 1 by 2 t. u is equal to xt. x ന്റെ റിസൾട്ട് അറിയാം, t യുടെ റിസൾട്ട് അറിയാം. u is equal to xt. u of xt is equal to x c1 e raised to kx. x നെ റീപ്ലേസ് ചെയ്യുക, c1 e raised to kx എന്ന് എഴുതാം. x c1 e raised to kx into t. t എന്ന് പറഞ്ഞാൽ c2 e raised to k minus 1 by 2 t. u of xt is equal to ഈ രണ്ട് കോൺസ്റ്റന്റ് കൂടെ ഒന്നിച്ചെഴുതാം c1 c2 e raised to c1 into c2 c1 into c2 ഇത് a raised to m into a raised to n ഫോർമുല യൂസ് ചെയ്യാം. a raised to m into a raised to n is equal to a raised to m plus n. a raised to m into a raised to n. e raised to kx plus k minus 1 by 2 t which is the required solution. ഈ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. u of x0 is equal to 6 e raised to minus 3x. u of x0 is equal to 6 e raised to minus 3x. Given condition is u of x0 is equal to 6 e raised to minus 3x. ഈ കിട്ടിയ സൊല്യൂഷനും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. u of xt u of x t is equal to 0. ഈ കിട്ടിയ സൊല്യൂഷനിൽ tക്ക് 0 അപ്ലൈ ചെയ്യുക. ഇവിടെ t 0. ഈ കിട്ടിയ സൊല്യൂഷനിൽ tക്ക് 0 കൊടുക്കുക. u of x t 0 ഈ രണ്ട് റിലേഷനും കൂടെ കമ്പയർ ചെയ്യുക. x അതുപോലെ ഉണ്ട്, t 0. t 0 അപ്ലൈ ചെയ്യുമ്പോൾ u of x0 is equal to c1 c2 into e raised to kx plus k minus 1 by 2t. e raised to kx tക്ക് 0 കൊടുക്കുക. tക്ക് 0 കൊടുക്കുമ്പോൾ k minus 1 by 2 into 0 എന്ന് കിട്ടും. e raised to kx എന്ന റിസൾട്ട് കിട്ടും. e raised to kx tക്ക് 0 അപ്ലൈ ചെയ്തു. ഇത്രയും ടേം കൂടെ 0 ആയി. ബാക്കി e raised to kx. u of x0 is equal to 6 e raised to minus 3x. u of x0 6 e raised to minus 3x is equal to c1 c2 e raised to kx. ഈ രണ്ട് കോൺസ്റ്റന്റും കൂടി കമ്പയർ ചെയ്യുക. c1 c2 is equal to 6. c1 c2 is equal to 6. ഇവിടുത്തെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് c1 c2 ആണ്. c1 c2 is equal to ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് 6 ആണ്. c1 c2 6 എന്ന് കിട്ടും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. ബേസ് രണ്ടും e ആണ്. അപ്പൊ പവേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. പവേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മൈനസ് 3x is equal to kx എന്ന് എഴുതാം. kx എക്സും എക്സും കൂടെ ക്യാൻസൽ ചെയ്യാം. k is equal to minus 3. k is equal to minus 3. c1 c2 6 ആണെന്നറിയാം. k minus 3. k is equal to minus 3. u of xt is equal to equation 1ൽ c1 c2 അപ്ലൈ ചെയ്യുക. k യുടെ വാല്യൂ അപ്ലൈ ചെയ്യുക. c1 c2 റീപ്ലേസ് ചെയ്യുക. 6 അപ്ലൈ ചെയ്യുക. c1 c2 6 e raised to kx k minus 3 minus 3x k minus 3x plus k minus 1 by 2 k minus 3 minus 3 minus 1 minus 4 by 2 t. u of xt is equal to 6 into e raised to minus 3x plus into minus minus
4 by 2 2, 2 into t, 2t. Final result, u of xt is equal to 6 e raised to minus 3x minus 2t. Next question. Solve the equation dou square z by dou x square minus 2 dou z by dou x plus dou z by dou y is equal to 0 by the method of separation of variables. ഇവിടെയുള്ള വേരിയബിൾസ് നോക്കുക. z, x and y. z ഡിപെൻഡന്റ് വേരിയബിളും xും yയും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ആണ്. Let the solution z of xy is equal to x of x into y of y, where x of x is a function of x alone, y of y is a function of small y alone. Z of xy is equal to x of x into y of y. Z is equal to xy എന്ന് എഴുതാം. xy തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. z നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, z നെ x കൊണ്ട് 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, z നെ y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഡോ സ്ക്വയർ z by ഡോ x സ്ക്വയർ മൈനസ് 2 ഡോ z by ഡോ x പ്ലസ് ഡോ z by ഡോ y is equal to 0. z partially with respect to x കൊണ്ട് ചെയ്യുക. z partially with respect to x ചെയ്യുമ്പോൾ ഡോ z by ഡോ x is equal to derivative of x dash into y, second derivative of z partially with respect to x. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡോ സ്ക്വയർ z by ഡോ x സ്ക്വയർ is equal to x2 dash y. z ന് y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. z with respect to y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ z by ഡോ y is equal to x into derivative of y dash. ഡോ സ്ക്വയർ z by ഡോ x സ്ക്വയർ x2 dash of y എന്ന് എഴുതാം. x2 dash of y minus 2 into ഡോ z by ഡോ x. ഡോ z by ഡോ x x dash of y plus ഡോ z by ഡോ y. ഡോ z by ഡോ y x y dash is equal to 0. ഈ രണ്ട് ടേമിലും y കോമൺ ഉണ്ട്. y കോമൺ എടുത്താൽ x2 dash minus 2x dash into y കോമൺ എടുക്കുക. y plus x y dash എന്ന് എഴുതാം is equal to 0. x2 dash minus 2x dash into y is equal to minus x y dash എന്ന് എഴുതാം. x എല്ലാം വൺ സൈഡിലേക്ക് കൊണ്ടുവരിക, y എല്ലാം വൺ സൈഡിലേക്ക് കൊണ്ടുവരിക. x2 dash minus 2x dash divided by x is equal to minus y dash by y. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും y റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുമ്പോൾ 1 by y എന്ന് എഴുതാം. LHS is a function of x alone. RHS is a function of y alone. x2 dash minus 2x dash divided by x is equal to minus y dash by y is equal to k എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഈ രണ്ട് റേഷ്യോയും കൂടെ ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ സൊല്യൂഷൻ എടുക്കാം. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് വൈയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. x2 dash minus 2x dash by x is equal to k minus y dash by y is equal to k. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x2 dash minus 2x dash is equal to kx എന്ന് എഴുതാം. kx. x2 dash minus 2x dash minus kx is equal to 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നോർമലി ചെയ്യുന്ന x2 ഡാഷിനെ നമുക്ക് d സ്ക്വയർ x by dx സ്ക്വയർ എന്ന് എഴുതാം. minus 2 into x dash dx by dx എന്ന് എഴുതാം. minus kx is equal to 0. d square by dx square minus 2 into
d by dx minus k into x common എടുക്കുക x is equal to 0. x ന്റെ സൊല്യൂഷൻ വേണം കണ്ടുപിടിക്കാൻ. ഓക്സിലറി ഇക്വേഷൻ is m square minus 2m minus k is equal to 0 എന്ന് എഴുതാം. d square by dx square ന് m square എന്ന് എഴുതാം. minus 2 അതുപോലെ എഴുതി. d by dx ന് m എന്ന് എഴുതി. ഇതിനെ ഫാക്ടേഴ്സ് ആക്കി റൂട്ട്സ് കണ്ടുപിടിക്കുക. m is equal to minus b plus or minus square root of b square minus 4ac by 2a. m ന്റെ കോഎഫിഷ്യന്റിനെ a ആയിട്ട് എടുക്കുക. a is equal to 1. m ന്റെ കോഎഫിഷ്യന്റിനെ b ആയിട്ട് എടുക്കുക. b is equal to minus 2. b is equal to minus 2. കോൺസ്റ്റന്റ് c ആയിട്ട് എടുക്കുക. c is equal to minus k. m is equal to minus b. ഇവിടെ നെഗറ്റീവ് 2 ആണ് b. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. പോസിറ്റീവ് 2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബിയുടെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ 4. 4 മൈനസ് 4 ഇൻറ്റു എ. എ 1 ഇൻറ്റു സി. സി മൈനസ് കെ ഇൻറ്റു മൈനസ് കെ ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു എ. എ 1. 2 ഇൻറ്റു 1. m is equal to 2 plus or minus square root of 4 plus minus 4 into minus k plus 4k by 2 into 1 2. m is equal to 2 plus or minus square root of 4 plus 4k. ഇതിൽ നിന്നും 4 കോമൺ എടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 4 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 4 2. സ്ക്വയർ റൂട്ട് ഓഫ് 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 ആകും. 4kയിൽ നിന്നും 4 കോമൺ എടുത്താൽ k കിട്ടും. ഡിവൈഡഡ് ബൈ 2. m is equal to 2 കോമൺ എടുക്കുക, ക്യാൻസൽ ചെയ്യുക. 2 കോമൺ എടുത്തു. 1 പ്ലസ് ഓർ മൈനസ് 2ൽ നിന്നും 2 കോമൺ എടുത്താൽ 1 കിട്ടും. പ്ലസ് ഓർ മൈനസ് ഇതിൽ നിന്നും 2 കോമൺ എടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കെ ഡിവൈഡഡ് ബൈ 2. 2 2 കൂടെ ക്യാൻസൽ ചെയ്യുക. m is equal to 2 വാല്യൂ കിട്ടും. 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കെ. m is equal to 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കെ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതുന്ന ഫോർമുല cf is equal to, ഇത് രണ്ടും ഡിഫറെന്റ് റൂട്ട്സ് ആണ്. ഡിഫറെന്റ് റൂട്ട്സ് ആയതുകൊണ്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ c1 e raised to m1x plus c2 e raised to m2x ന്റെ ഫോർമുല യൂസ് ചെയ്യാം. ഈ ഫോർമുല നോക്കി വെക്കുക. ഇവിടെ രണ്ട് റൂട്ടാണ്. ഒന്ന് m1 ആയിട്ടും ഒന്ന് m2 ആയിട്ട് എടുക്കുക. c1 e raised to m1x plus c2 e raised to m2x. ഇവിടെ cf എന്ന് പറയുന്നത് x ആണ്. ഇവിടെ x ന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. x is equal to c1 e raised to m1x. ഇതിന് m1 ആയിട്ട് എടുക്കുക. 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കെ ഇൻറ്റു എക്സ്. എക്സ് പ്ലസ് c2 ഇൻറ്റു e raised to m2. ഇത് m2 ആയിട്ട് എടുക്കുക. 1 മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് കെ ഇൻറ്റു എക്സ്. എക്സിന്റെ സൊല്യൂഷനായി ഇതുപോലെ വൈയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ എക്സിന്റെ സൊല്യൂഷൻ കിട്ടി. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ വൈയുടെ സൊല്യൂഷൻ കിട്ടും. ഒന്നുകിൽ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ ആൻസർ കിട്ടും. മൈനസ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ കെ കിട്ടും. ഇതിന് RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ വൈ ഡാഷ് പ്ലസ് വൈ കെ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിനെ ഡി വൈ ബൈ ഡി വൈ എന്ന് എഴുതാം. പ്ലസ് വൈ കെ ഈസ് ഈക്വൽ ടു 0. ഡി ബൈ ഡി വൈ പ്ലസ് കെ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0. ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഡി ബൈ ഡി വൈയെ എം ആയിട്ട് എഴുതാം. പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. എം ഈസ് ഈക്വൽ ടു മൈനസ് കെ എന്ന് എഴുതാം. കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ ഫോർമുല ഇവിടെ ഒരു റൂട്ടാണുള്ളത്. എക്സിന്റെ സൊല്യൂഷനിൽ 2 റൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫോർമുല യൂസ് ചെയ്തു. c1 e raised to, ഇവിടെ വൈയുടെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. m1 y എന്ന് എഴുതുക. ഇവിടെ ഏത് വേരിയബിൾ ആണോ അതനുസരിച്ച് ഇവിടെ വേരിയബിൾ മാറ്റുക. ഈ ഫോർമുല നോക്കി വെക്കുക. ഇവിടെ x ആണെങ്കിൽ ഇത് x ആയിരിക്കും. ഇത് y ആണെങ്കിൽ ഇവിടെ y ആയിരിക്കും. വൈയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ y is equal to c1 e raised to m.
m നെ റീപ്ലേസ് ചെയ്യുക, മൈനസ് കെ അപ്ലൈ ചെയ്യുക. m is equal to minus k y. C1 ഉം C2 യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ C3 എന്ന് എഴുതാം. C3 e raised to minus ky. x ന്റെ സൊല്യൂഷൻ അറിയാം, y യുടെ സൊല്യൂഷൻ അറിയാം. z is equal to xy. z is equal to xy. z of xy is equal to x ന്റെ സൊല്യൂഷൻ C1 e raised to 1 plus square root of 1 plus k x plus C2 e raised to 1 minus root of 1 plus k x into y. Y യുടെ സൊല്യൂഷൻ C3 e raised to minus ky. C3 e raised to minus ky. Z of xy is equal to C1 into C3 പുതിയൊരു കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. a e raised to 1 plus square root of 1 plus k into x. C2 ഉം C3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ കോൺസ്റ്റന്റ് ആക്കാം. b e raised to 1 minus square root of 1 plus k x into e raised to minus ky. e raised to minus ky. y യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ഈ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കി ഇന്റഗ്രേറ്റ് ചെയ്യുക. വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കുന്ന മെത്തേഡും കൂടെ പറയാം. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y dash dy by dy എന്ന് എഴുതാം ഇൻറ്റു 1 by y. രണ്ട് സൈഡിൽ ഓരോ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് പോസിറ്റീവ് ആവും, ഇത് മൈനസ് കെ ആവും. വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കുക. ക്യാപിറ്റൽ വൈ എല്ലാം കൂടെ ഒരു സൈഡിൽ വയ്ക്കുക. 1 by y dy is equal to minus k into dy. ഇന്റഗ്രേറ്റ് ചെയ്യുക. 1 by y dy log y is equal to minus k constant integral dy y plus constant logarithmic constant log y minus log c3 minus log c3 is equal to minus ky. log a minus log b log a by b എന്ന് എഴുതാം. log y by c3 is equal to minus ky. y by c3 is equal to e raised to minus ky എന്ന് എഴുതാം. y is equal to c3 e raised to minus ky എന്ന റിസൾട്ട് കിട്ടും. ഈ മെത്തേഡ് ഉപയോഗിച്ചും y യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് dou square z by dou x square is equal to dou z by dou y plus 2z subject to the conditions z is equal to 0 when x equal to 0, dou z by dou x is equal to 1 plus 3 e raised to minus y when x equal to 0. ഇവിടെ z ആണ് ഡിപെൻഡന്റ് വേരിയബിൾ, x ഉം y ഉം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. ലെറ്റ് z of xy is equal to x of x into y of y be the solution where x of x is a function of x alone, y of y is a function of y alone. Z of xy is equal to x of x into y of y. Z is equal to xy എന്ന് എഴുതാം. xy ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. dou square z by dou x square is equal to dou z by dou y plus 2z. dou square z by dou x square is equal to dou z by dou y plus 2z. z നെ x കൊണ്ട് 2 times ഡിഫറൻഷിയേറ്റ് ചെയ്യുക, z നെ y കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. z with respect to x ചെയ്യുമ്പോൾ dou z by dou x is equal to ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x dash y കിട്ടും. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dou square z by dou x square is equal to x2 dash y. ഇതിനെ y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dou z by dou y is equal to x into y dash. ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. dou square z by dou x square x2 dash y എന്ന് എഴുതാം. x2 dash y is equal to dou z by dou y. dou z by dou y x y dash എന്ന് എഴുതാം. x y dash plus 2 into z. z xy കൊണ്ട് റീപ്ലേസ് ചെയ്യാം. xy
ഈ രണ്ട് ടേമിലും എക്സ് കോമൺ ഉണ്ട്. x2 dash y is equal to x കോമൺ എടുത്താൽ x into y dash പ്ലസ് 2y എന്ന് എഴുതാം. x എല്ലാം വൺ സൈഡിലേക്കും y എല്ലാം വൺ സൈഡിലേക്കും കൊണ്ടുവരിക. x2 dash divided by x is equal to y dash plus 2y divided by y. LHS is a function of x alone. RHS is a function of y alone. Y alone. x2 dash by x is equal to y dash plus 2y divided by y is equal to k എന്ന് അപ്ലൈ ചെയ്യാം. ഈ രണ്ട് റേഷ്യോയും കൂടി ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഈ രണ്ട് റേഷ്യോയും കൂടി ഇക്വേറ്റ് ചെയ്ത് വൈയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. x2 dash by x is equal to k y dash plus 2y by y is equal to k. x2 dash d square x by dx square എന്ന് എഴുതാം is equal to kx. d square x by dx square minus kx is equal to 0 എന്ന് എഴുതാം. d square by dx square auxiliary equation ആയി m square minus k is equal to 0 എന്ന് എഴുതാം. d square by dx square m square ആയിട്ട് എടുക്കുക minus k is equal to 0. m square is equal to k. m is equal to plus or minus root of k. ഇവിടെ രണ്ട് റൂട്ട് ഉണ്ട്. ഒന്ന് പ്ലസ് കെയും ഒന്ന് മൈനസ് കെയും. ഒന്ന് m1 ആയിട്ട് എടുക്കുക. m1 റൂട്ട് കെ, m2 മൈനസ് റൂട്ട് കെയും. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല c1 e raised to m1x plus c2 e raised to m2x. ഇവിടെ എക്സിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എക്സ് ആയിട്ട് മാറും. എക്സ് ഈസ് ഈക്വൽ ടു c1 e raised to m1 റൂട്ട് കെ ആയിട്ട് എടുക്കാം. റൂട്ട് കെ എക്സ് പ്ലസ് z2 e raised to m2 മൈനസ് റൂട്ട് കെ എക്സ്. എക്സിന്റെ സൊല്യൂഷൻ ചെയ്തതുപോലെ വൈയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. y ഡാഷ് ബൈ y പ്ലസ് 2y divided by y divided by y is equal to k. y dash dy by dy എന്ന് എഴുതാം into 1 by y into 1 by y plus yയും yയും കൂടെ ക്യാൻസൽ ചെയ്യാം. 2 കിട്ടും is equal to k minus 2 എന്ന് എഴുതാം. yയും yയും കൂടെ ക്യാൻസൽ ചെയ്തു പ്ലസ് 2. ഇതിന് RHSലേക്ക് എഴുതുമ്പോൾ മൈനസ് 2. വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കുക. ക്യാപിറ്റൽ y എല്ലാം കൂടെ ഒരു സൈഡിൽ വയ്ക്കുക. 1 by y dy is equal to k minus 2 dy. Integrating both sides. 1 by y dy integrate ചെയ്താൽ log y is equal to ഇത് കോൺസ്റ്റന്റ് integral dy y plus log constant log y minus log c3 minus log c3 is equal to k minus 2y. k minus 2 into y. log a minus log b. log a by b എന്ന് എഴുതാം. log y minus log c3 log y by c3 is equal to k minus 2y എന്ന് എഴുതാം. y by c3 is equal to e raised to k minus 2y. y is equal to c3 e raised to k minus 2 into y. എക്സിന്റെ സൊല്യൂഷനായി വൈയുടെ സൊല്യൂഷനായി z is equal to xy യിൽ എക്സും വൈയും റീപ്ലേസ് ചെയ്യുക. z is equal to xy. z is equal to xന് പകരം c1 e raised to root kx plus c2 e raised to minus root kx എന്ന് അപ്ലൈ ചെയ്യാം. മൈനസ് റൂട്ട് കെ എക്സ് into y. y റീപ്ലേസ് ചെയ്യുക. c3 e raised to k minus 2y. z of xy is equal to c1 into c3 പുതിയൊരു കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. a1 e raised to root kx plus c2 into c3 b1 ആയിട്ട് എഴുതാം. e raised to minus root kx into e raised to k minus 2 into y, which is the required solution. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് നോക്കുക.
subject to the conditions z equal to 0 when x equal to 0. First condition, given z is equal to 0 when x equal to 0. Z of xy, z of xy, x0, x0, y is equal to, ഈ ഇക്വേഷൻ എല്ലാം എക്സിന്റെ പ്ലേസിൽ 1 അപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷനിൽ എക്സിന്റെ പ്ലേസിലെല്ലാം 0 അപ്ലൈ ചെയ്യാം. a1 ഇൻറ്റു, ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ e raised to 0 ആകും. e raised to 0 1 പ്ലസ് b1 ഇൻറ്റു, ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ e raised to 0, e raised to 0 1, a1 പ്ലസ് b1 e raised to k minus 2y എന്ന് കിട്ടും. എക്സിന് 0 അപ്ലൈ ചെയ്താൽ z of xy 0 ആകും. ഇതിനെ നമുക്ക് 0 ആയിട്ട് എഴുതാം. 0 is equal to a1 plus b1 into e raised to k minus 2y. a1 plus b1 is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. a1 plus b1 is equal to 0. b1 is equal to minus a1 എന്ന് എഴുതാം. b1 is equal to minus a1 is substituting in equation 1. ഈ കിട്ടിയ റിസൾട്ടിന് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ b1 റീപ്ലേസ് ചെയ്യുക. b1ന്റെ പ്ലേസിൽ മൈനസ് a1 അപ്ലൈ ചെയ്യുക. ബാക്കിയെല്ലാം അതുപോലെ എഴുതുക. b1 എന്ന് പറയുന്നത് മൈനസ് a1ന് ഈക്വൽ ആയിരിക്കും. z of xy is equal to a1 e raised to root kx, a1 e raised to root kx plus b1. പ്ലസ് b1ന് പകരം മൈനസ് a1 അപ്ലൈ ചെയ്യുക. മൈനസ് a1 e raised to minus root kx, e raised to minus root kx into e raised to k minus 2y, e raised to k minus 2y. z of xy is equal to, ഇവിടെ a1 കോമൺ ഉണ്ട്, a1 കോമൺ എടുക്കുക, a1 into e raised to root kx minus e raised to minus root kx into e raised to k minus 2y. ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സൊല്യൂഷൻ കിട്ടും. ഇതിന് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. സെക്കൻഡ് കണ്ടീഷൻ ഡോ z by ഡോ x is equal to 1 plus e raised to minus 3y when x equal to 0. നമുക്ക് z-ന്റെ സൊല്യൂഷൻ ആണുള്ളത്. അതിന് x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. z-നെ x കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്സിന്റെ പ്ലേസിലെല്ലാം 0 അപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിട്ടുള്ള റിസൾട്ടിൽ 2 ടേം ഉണ്ട്. 2 ടേം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കിട്ടിയ ഇക്വേഷന് z സൊല്യൂഷന് 2 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സിൻസ് ദ ഗിവൺ കണ്ടീഷൻ contain 2 terms, therefore we modify the solution equation 2 as z of xy is equal to a1 into e raised to, ഇതിനെ k1 എന്ന് എഴുതുക, root k1 x minus e raised to minus root k1 x into e raised to k1 minus 2y. തന്നിട്ടുള്ള കണ്ടീഷനിൽ 2 ടേംസ് ഉള്ളതുകൊണ്ട് ഇതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് ഇത് a2 സെക്കൻഡ് ടേം കൺസ്ട്രക്ട് ചെയ്യുക. a2 e raised to root kx എന്നുള്ളത് e raised to root k2x minus e raised to minus root k2x into e raised to k2 minus 2y ഇങ്ങനെ എഴുതാം. സെക്കൻഡ് കണ്ടീഷൻ ഡോ z by ഡോ x is equal to 1 plus e raised to minus 3y when x equal to 0. Given condition is dou z by dou x is equal to 1 plus e raised to minus 3y when x equal to 0. ഇവിടെ z ആണുള്ളത്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് dou z by dou x കിട്ടും. z കൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dou z by dou x of xy is equal to a1 into, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x ആണ്, e raised to k1x into, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x ന്റെ ഡെറിവേറ്റീവ് 1 into root k1. root k1 മൈനസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക e raised to minus root k1x into, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x ന്റെ ഡെറിവേറ്റീവ് 1
1 into minus root k1. ഈ രണ്ട് നെഗറ്റീവ് കൂടെ പോസിറ്റീവ് ആവും. പ്ലസ് റൂട്ട് k1 into e raised to k1 minus 2 into y എന്ന് എഴുതാം. പ്ലസ് a2 into ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. e raised to root k2 x into ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സിന്റെ ഡെറിവേറ്റീവ് 1 into root k2 സ്ക്വയർ റൂട്ട് ഓഫ് k2 മൈനസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിന്റെ ഡെറിവേറ്റീവ് 1 into മൈനസ് റൂട്ട് k2. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, രണ്ടും കൂടെ പോസിറ്റീവ് ആവും. സ്ക്വയർ റൂട്ട് ഓഫ് k2 into ഇ റേസ് ടു k2 മൈനസ് 2y. എക്സ് 0 ആണ്. എക്സ് 0 അപ്ലൈ ചെയ്യുക. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഓഫ് ഗിവൺ കണ്ടീഷനിൽ എക്സ് 0 ആണ്. ഇവിടെ എക്സിന് 0 കൊടുത്തു. 0y എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു a1 into റൂട്ട് k1. ഇവിടെ എക്സിന് 0 കൊടുത്താൽ ഇ റേസ് ടു 0 1 പ്ലസ് റൂട്ട് k1. ഇവിടെ എക്സിന് 0 കൊടുക്കുക. ഇ റേസ് ടു 0 1 ഇ റേസ് ടു k1 മൈനസ് 2y പ്ലസ് a2 into റൂട്ട് k2. ഇവിടെ എക്സിന് 0 കൊടുത്തു. ഇ റേസ് ടു 0 1 പ്ലസ് റൂട്ട് k2 into ഇവിടെ എക്സിന് 0 കൊടുത്തു. ഇ റേസ് ടു 0 1 into ഇ റേസ് ടു k2 മൈനസ് 2y. എക്സിന് 0 കൊടുത്താൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഓഫ് 0y 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 3y ആവും. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഓഫ് 0y is equal to 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 3y is equal to root k1 plus root k1 2 root k1 2 root k1 into a1 e raised to k1 minus 2y plus root k2 plus root k2 2 root k2 into a2 e raised to k2 minus 2y. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് ടേമും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് ടേമും തമ്മിൽ കമ്പയർ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സെക്കൻഡ് ടേമും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സെക്കൻഡ് ടേമും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇവിടെ രണ്ട് ടേം ഉള്ളത് കൊണ്ടാണ് ഈ സ്റ്റെപ്പിൽ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് രണ്ട് കണ്ടീഷനാക്കിയത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് ടേമും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് ടേമും തമ്മിൽ കമ്പയർ ചെയ്യുക. 2 റൂട്ട് k1 into a e raised to k1 minus 2y is equal to 1. 1 എന്നുള്ളത് 1 into e raised to 0y എന്ന് എഴുതാം. e raised to 0y 1. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. 2 റൂട്ട് k1 a is equal to ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 നമുക്ക് a യുടെ വാല്യൂ വേണം, k1 ന്റെ വാല്യൂ വേണം. അടുത്ത എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബേസ് രണ്ടും സെയിം ആണ്. പവേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. പവേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ k1 മൈനസ് 2y ഈസ് ഈക്വൽ ടു 0y എന്ന് കിട്ടും. ഇത് k1 ആണ്, ഇത് k1 ആണ്, ഇത് k1 ആണ്, ഇതും k1 ആണ്. ഇത് k1 ആയിരിക്കും. k1 മൈനസ് 2 k1 മൈനസ് 2y. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ബേസ് രണ്ടും സെയിം ആണ്. പവേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. വൈയും വൈയും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. k1 മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. k1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് k1. റൂട്ട് k1 സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് എഴുതാം. k1 പകരം 2 കൊടുക്കുക. a ഈസ് ഈക്വൽ ടു 1. a ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 2. a ഈസ് ഈക്വൽ ടു 1 ബൈ 2 റൂട്ട് 2. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേമും റൈറ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേമും തമ്മിൽ കമ്പയർ ചെയ്യുക. 2 സ്ക്വയർ റൂട്ട് ഓഫ് k2 a2 e raised to k2 minus 2y is equal to e raised to minus 3y. e raised to minus 3y. Exponential function the coefficient 2 root k2 a2 is equal to ഇവിടെ coefficient 1 ആണ്. Square root of k2 a2 is equal to 1 by 2. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യാം. പവേഴ്സിൽ y കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. k2 മൈനസ് 2 ഇസ് ഈക്വൽ ടു k2 മൈനസ് 2 ഇസ് ഈക്വൽ ടു
minus 3 എന്ന് എഴുതാം. minus 3. K2 is equal to minus 3 plus 2. K2 is equal to minus 1. Root of K2, square root of K2 minus 1. Minus 1, A2 is equal to 1 by 2. Square root of minus 1, I into A2. A2 is equal to 1 by 2. A2 is equal to 1 by 2 into 1 by I. A1 is equal to 1 by 2 root 2. K1 2. K2 minus 1. A2 1 by 2I. ഈ വാല്യൂസ് എല്ലാം മോഡിഫൈ ചെയ്ത് കിട്ടിയ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യുക. ഇതാണ് മോഡിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ. അതിനെ കോപ്പി ചെയ്ത് A1 1 by 2 root 2. K1 2. A2 1 by 2I. K2 minus 1. സൊല്യൂഷൻ മോഡിഫൈ ചെയ്ത് കിട്ടിയ ഇക്വേഷനിൽ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യുക. Z of xy is equal to A1. A1 1 by 2 root 2. 1 by 2 root 2. E raised to root K1 x minus e raised to minus root K1 x into e raised to root K1. K1 2. Root 2 x എന്ന് എഴുതാം. Minus e raised to minus root K1. K1 2. X e raised to K1 minus 2. K1 2. 2 minus 2. Y. 2 minus 2, 0. 0 y. E raised to 0, 1. E raised to 0, 1 plus A2. A2 1 by 2I. 1 by 2I into e raised to K2. K2 minus 1. Square root of minus 1 x minus e raised to minus root K2. K2 minus 1 x e raised to K2. K2 minus 1. Minus 1 minus 2 minus 3. E raised to minus 3y. Z of xy is equal to 1 by root 2 into e raised to root 2x minus e raised to minus root 2x divided by 2 plus e raised to square root of minus 1 ix minus e raised to minus square root of minus 1 ix by 2I into e raised to minus 3y. E raised to minus 3y. Solution is Z of xy is equal to 1 by root 2 into e raised to root 2x minus e raised to minus 2 root 2x by 2 sin h root 2x എന്ന് എഴുതാം plus e raised to minus 3y into e raised to ix minus e raised to minus ix by 2I sin x is the required solution. E raised to x minus e raised to minus x by 2 sin hx. Sin hx. ഇവിടെ e raised to root x ആണ്. x ന് പകരം root x ആണ്. Minus e raised to minus 2 root x by 2. e raised to x minus e raised to minus x by 2 ആകുമ്പോൾ sin hx. ഇവിടെ root 2x വന്നു കഴിഞ്ഞാൽ sin h root 2x എന്ന് എഴുതാം. അതുപോലെ e raised to ix minus e raised to minus ix by 2I. ഇതിന്റെ റിസൾട്ട് sin x. ഇതിനെ റീപ്ലേസ് ചെയ്യുക. ഇതിന്റെ പ്ലേസിൽ sin x എഴുതാം. e raised to x plus e raised to minus x by 2 ആണെങ്കിൽ cos hx. e raised to ix plus e raised to minus ix by 2 is equal to cos x. Thank you for watching.